ട്രംപിലേക്കാണ്. ട്രംപ് കുറേ നാളുകളായിട്ട് ചുമത്തിക്കൊണ്ടിരുന്ന തീരുവകൾ ആ തീരുവ യുദ്ധം നമുക്കറിയാവുന്നതായിരുന്നു. അതിനിപ്പോൾ US സുപ്രീം കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. US സുപ്രീം കോടതി പറയുന്നത് ട്രംപ് ഇതുവരെ ചുമത്തിയിരുന്ന തീരുവകൾ നിയമവിരുദ്ധമാണ് എന്നാണ്. അതിനുള്ള കാരണങ്ങളും വ്യക്തമായിട്ട് നിരത്തുന്നുണ്ട്. ഒന്ന് പറഞ്ഞാൽ US പ്രസിഡൻറ്റിന് ഇത്തരത്തിൽ ഏകപക്ഷീയമായിട്ട് തീരുവ ചുമത്താനുള്ള അധികാരമില്ല. അതിന് US കോൺഗ്രസിൻ്റെ അനുമതി വേണം. അവിടെ നിന്നുള്ള ഒരു അനുമതി ഇതിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യങ്ങൾക്ക് ഏകപക്ഷീയമായി ഈ തീരുവ ചുമത്തിയിരുന്ന എല്ലാത്തരം നടപടിയും റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തീരുവകൾ ഇതുവരെ ചുമത്തിയിരുന്നത് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ചർച്ചകളും കൂടിയിട്ട് വരുന്നുണ്ട്. ട്രംപ് ഇതിനുള്ള മറുപടി നൽകിയത് ആകെ പരിഹസിച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടല്ല മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന നേരത്തിലുള്ള പരാമർശം കൂടിയിട്ട് ട്രംപ് നടത്തുകയുണ്ടായി. ഇതിന് പുറമെ 10% പുതിയ തീരുവ കൂടിയിട്ട് എല്ലാ രാജ്യങ്ങൾക്കും ട്രംപ് ചുമത്തിയിട്ടുമുണ്ട്. ഇതാവും സാർ, ഇതിപ്പോൾ തീരുവ മറ്റു രാജ്യങ്ങളും ട്രംപും തമ്മിലുള്ള ഒരു തർക്കത്തിൽ നിന്ന് US സുപ്രീം കോടതിയും ട്രംപും തമ്മിലുള്ള തർക്കത്തിലേക്ക് കൂടിയിട്ട് നീങ്ങുകയല്ലേ? കാരണം കോടതി ഉത്തരവിനെ വീണ്ടും വെല്ലുവിളിക്കാനെന്ന രീതിയിൽ അടുത്തൊരു തീരുവ കൂടിയിട്ട് ട്രംപ് പ്രഖ്യാപിച്ചു. അല്ല, ഇത് കോടതിയിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ട്രംപ് അതിനോട് പ്രതികരിച്ച് പറഞ്ഞത് ഇത് എന്താണ്, മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുന്നതെന്നുള്ളതാണ്. അതിൽ തന്നെ എടുക്കുക, ആരാണ് സുപ്രീം കോടതിയിൽ പോയത്? അവിടുത്തെ ആ രാജ്യത്ത് തന്നെയുള്ള ചില കമ്പനികളും ചില സ്റ്റേറ്റുകളും സംസ്ഥാനങ്ങളുമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ കേസ് അറിയപ്പെടുന്ന ലേണിംഗ് റിസോഴ്സസ് വേഴ്സസ് സ്റ്റേറ്റ് ആണ്. ഈ ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു കളിപ്പാട്ട കമ്പനിയാണ്. കളിപ്പാട്ട കമ്പനി എന്ന് പറഞ്ഞാൽ ഇവർ കളിപ്പാട്ടങ്ങളിലൂടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വാദം എന്താണ്? കോടതിയിൽ അവരുടെ ഇതെന്താണ്, അവർ ചൈനയിൽ നിന്നാണ് ഇതിൻ്റെ മോൾഡുകൾ ഇറക്കുമതി ചെയ്യുന്നത്. പിന്നെ പല കാര്യങ്ങളും പല സ്ഥലങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ റിറ്റാലിയേറ്ററി ടാരിഫ് വന്നതിന് ശേഷം ആയിരക്കണക്കിന് മടങ്ങായി ഇവരുടെ ചെലവ്, ഇവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിരക്കണക്കിന് മടങ്ങായി. ഞങ്ങളുടെ കമ്പനി നോ വേ ഇത് അവസാനിപ്പിക്കുകയല്ലാതെ വേറൊരു വഴിയില്ലാത്ത അവസ്ഥയിലായി. അതുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഇവർ കോടതിയിൽ പോകുന്നത്. കൂടെ ഈ ഒരുപാട് സംസ്ഥാനങ്ങളും ആ കേസിൽ കക്ഷിയായിരുന്നു, വേറെയും കമ്പനികൾ കക്ഷിയായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ട്രംപിൻ്റെ വാദം അവിടെ പൊളിയാണ്. എന്താണ്, സുപ്രീം കോടതി ആർക്ക് വേണ്ടിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്? ആ രാജ്യത്ത് തന്നെയുള്ള കമ്പനികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ റെസിപ്രോക്കൽ ടാരിഫ് അല്ലെങ്കിൽ റിറ്റാലിയേറ്ററി ടാരിഫ് എന്ന് പറയുന്ന ആ സംഗതി, അത് സുപ്രീം കോടതിയുടെ 6-3 9 ബെഞ്ചാണ് പരിഗണിച്ചത്. 3 ജഡ്ജിമാരുടെ വിയോജനക്കുറിപ്പോട് കൂടി ഇതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനവർ പറയുന്ന കാരണം നോക്കൂ, ഇവരുടെ പ്രയർ എന്താണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കമ്പനി മുടങ്ങിപ്പോകുന്നു. ഈ ടാരിഫ് ഇത്രയും പൈസ കൊടുത്ത് ഇത് ഇമ്പോർട്ട് ചെയ്യാൻ, ഈ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, ഞങ്ങളുടെ ബിസിനസ് കുളമാകുകയാണ്, രാജ്യത്തെ ബാധിക്കുന്നു. ഇതാണ് ഇവരുടെ പ്രശ്നം. സുപ്രീം കോടതി പരിഗണിച്ച പ്രധാനപ്പെട്ട കാര്യം ഇതിനുള്ള അധികാരം എന്താണ് ട്രംപിനെന്നുള്ളതാണ്. ഇങ്ങനെ ടാരിഫ് അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം എന്താണ്? അപ്പോൾ ഇദ്ദേഹം എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ടാരിഫ് കൊണ്ടുവരുന്നത്, ഈ റെസിപ്രോക്കൽ ടാരിഫ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ റിറ്റാലിയേറ്ററി ടാരിഫ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം മാനദണ്ഡമാക്കിയുള്ള നിയമം ഇൻ്റർനാഷണൽ എക്കണോമിക് എമർജൻസി പവേഴ്സ് ആക്റ്റാണ്. എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റിന് ഒരു എക്കണോമിക് എമർജൻസിയുടെ സിറ്റുവേഷനിൽ ചില അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട് അമേരിക്കൻ ഭരണഘടന. അപ്പോൾ അത് വെച്ചിട്ടുള്ള ആ അധികാരം ഉപയോഗിച്ചുള്ള എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിലൂടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം സുപ്രീം കോടതി പറയുന്നത് വെച്ചാൽ ആ ആക്ട് വെച്ചിട്ട് ഈ പണി ചെയ്യാൻ പറ്റില്ല. കാരണം അത് എക്കണോമിക് എമർജൻസിയാണ്. എക്കണോമിക് എമർജൻസിയുടെ ഒരു സന്ദർഭത്തിൽ ഒരു ട്രാൻസാക്ഷൻ റദ്ദ് ചെയ്യാൻ, പെട്ടെന്ന് ട്രാൻസാക്ഷൻ റദ്ദ് ചെയ്യണം, ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അസറ്റ് ഫ്രീസ് ചെയ്യണം എന്നൊക്കെ പ്രസിഡൻറ്റിന് തോന്നുകയാണ് ഒരു നാഷണൽ എമർജൻസി സിറ്റുവേഷനിൽ. അപ്പോൾ അത്തരം ഒരു എമർജൻസി സിറ്റുവേഷനിൽ പ്രസിഡൻറ്റിന് സവിശേഷമായിട്ട് എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു അധികാരം മാത്രമാണ് ഈ IEPA ആക്ട് നൽകുന്നത്. ഇത് ഒരു എക്കണോമിക് എമർജൻസിയുമായി ബന്ധപ്പെട്ട ടാരിഫ് നിശ്ചയിക്കുവാൻ, ടാക്സ് ചെയ്യുവാനുള്ള അധികാരം ഈ ആക്ട് പ്രസിഡൻറ്റിന് നൽകുന്നില്ല. പ്രസിഡൻറ്റിൻ്റെ വാദം എന്താണ്? ഈ പറയുന്ന ടാരിഫില്ലാത്ത സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു, നമ്മുടെ സാധനങ്ങൾക്ക് അവന്മാർ ടാക്സ് അടിക്കുന്നു എന്നുള്ളത് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാക്കുന്നു. ആ ട്രേഡ് ഡെഫിസിറ്റ് എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു എക്കണോമിക് എമർജൻസിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു എക്കണോമിക് എമർജൻസി സിറ്റുവേഷനാണ്. ദാറ്റ്സ് വൈ ഞാനിത് എന്ത് ചെയ്യുന്നു, ഈ ആക്ടിലെ ഈ അധികാരം ഉപയോഗിച്ചിട്ട് ഈ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കുന്നു. പക്ഷേ കോടതിയെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു, നിൽക്കാൻ പോകുന്നില്ല. ഈ ആക്ട് പ്രകാരം നിങ്ങൾക്ക് അധികാരമില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് വേണം? നിങ്ങൾക്ക് ടാരിഫ് നിശ്ചയിക്കണം എന്നുണ്ടെങ്കിൽ കോൺഗ്രഷണൽ അപ്രൂവൽ വേണം. കോൺഗ്രസ്സിൽ പോയിട്ട് എന്ന് വെച്ചാൽ അവിടെ സെനറ്റിൻ്റെയും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൻ്റെയും അംഗീകാരത്തോടുകൂടി നിങ്ങൾക്ക് ഈ പണി ചെയ്യാം. എന്ന് മാത്രമല്ല, അംഗീകാരത്തോടു കൂടി ചെയ്തിട്ടുള്ള ടാരിഫുകൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനക്ക് നിശ്ചയിച്ചുള്ള 25% ടാരിഫ് അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു. കാരണം ഒരു നാഷണൽ
സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ എക്കണോമിക് സ്ട്രെങ്ത്തുമായി ബന്ധപ്പെട്ട കോൺഗ്രഷണൽ അപ്രൂവലോട് കൂടിയിട്ടുള്ള സംഗതിയാണ്. അതേപോലെ 133 സെക്ഷൻ ഉപയോഗിച്ച് ഈ സ്റ്റീലിനും അലൂമിനിയത്തിനും വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ടാരിഫ് അതൊന്നും സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടില്ല. ഇദ്ദേഹം എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നിശ്ചയിച്ചിട്ടുള്ള ഈ റിട്ടാലിയേറ്ററി ടാരിഫ് മാത്രമാണ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്. അതാണ് ഒരു കാര്യം. അപ്പോൾ ട്രംപ് എന്താണ്, ട്രംപ് സ്വാഭാവികമായി ചെയ്യുന്നത് പോലെ സുപ്രീം കോടതിയെ പരിഹസിക്കുന്നു എന്ന് മാത്രമല്ല ഈ ഗ്ലോബൽ ടാരിഫ് 10% ഗ്ലോബൽ ടാരിഫ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഈ എക്കണോമിക് എമർജൻസി ആക്ട് പ്രകാരമുള്ളതല്ല. 74 ട്രേഡ് ആക്ട് ഉണ്ട്. ഈ ട്രേഡ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം ഈ 10% ഗ്ലോബൽ ടാക്സ് പ്രഖ്യാപിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് അധികാരമുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്ത് അത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് രാജ്യത്തിനല്ല, ലോകത്ത് ഏത് രാജ്യത്ത് വരുന്ന ഏത് പ്രോഡക്റ്റിനും എന്ത് വേണം, 10% ഇമ്പോർട്ട് ടാരിഫ് അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ഓൾറെഡി 25% ടാരിഫുള്ള പ്രോഡക്റ്റാണെന്ന് വിചാരിക്കുക, അവരെന്ത് വേണ്ടി വരും, 35% അടക്കേണ്ടി വരും. ഇത് ഈ പറഞ്ഞ കമ്പനികൾ ബാധിക്കും കേട്ടോ. ഇപ്പോൾ ഈ ലേണിംഗ് സൊല്യൂഷൻസ് റിസോഴ്സസ് ഇങ്കാണല്ലോ കോടതിയിൽ പോയ ആ നിലക്കുള്ള ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടിനെ ആശ്രയിച്ച് കഴിയുന്ന കമ്പനികളുണ്ടാവും. അവരെ സംബന്ധിച്ച് വലിയ തോതിൽ ബാധിക്കും. വേറെയും രാജ്യങ്ങൾ ഓൾറെഡി ടാരിഫ് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾക്ക് പ്ലസ് 10% അഗൈൻ വരികയാണ്. 0 ടാരിഫ് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് 10% വരികയാണ്. അപ്പോൾ അമേരിക്കൻ ഇൻഡസ്ട്രിയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണോ ഈ ടാരിഫ് ഉണ്ടാക്കുന്നത് ആ പ്രശ്നങ്ങൾ തുടരും. ചിലപ്പോൾ അളവിൽ വ്യത്യാസം ഉണ്ടാകും, ചിലയിടത്ത് അളവിൽ കൂടുതലുണ്ടാകും. ഇപ്പോൾ ചൈനയുടെ കാര്യത്തിൽ ചില പ്രോഡക്റ്റുകളുടെ കാര്യത്തിൽ ചില മെറ്റീരിയലുടെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ 25% മാത്രമുള്ളത് 35% വർദ്ധിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് തോന്നുന്നത് ചില സെക്ടറുകളിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ പ്രശ്നം അമേരിക്കയിൽ ഈ പറയുന്ന 10% ഗ്ലോബൽ ടാരിഫ് ഏർപ്പെടുത്തുന്നത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ 10% ഗ്ലോബൽ ടാരിഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട്. ഈ 74 ട്രേഡ് ആക്ട് അത് ഉപയോഗിച്ചിട്ട്. പക്ഷേ അതിന് 150 ഡേയ്സ് ആയുസുള്ളൂ. അത്രയും ദിവസത്തേക്ക് അതിന് ആയുസുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോൺഗ്രസ്സിലേക്ക് പോകുമോ? കോൺഗ്രസ് നമുക്കറിയാം 2 ഉപരി ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലാണ്, സെനറ്റിലാണെങ്കിലും തിൻ മെജോറിറ്റിയിലാണ് റിപ്പബ്ലിക്കൻസ് നിൽക്കുന്നത്. എന്ന് മാത്രമല്ല റിപ്പബ്ലിക്കൻ അവിടെ ഇവിടുത്തെ മാതിരിയല്ല, പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് എല്ലാവരും വോട്ട് ചെയ്തോളണമെന്നില്ല. ഓരോ റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് തന്നെ ഈ വ്യത്യസ്ത ക്യാമ്പുകൾ, വ്യത്യസ്ത കോക്കസുകളുണ്ടാവും. അപ്പോൾ ഓരോ ആളുകൾക്കും അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവരുടെ ജനങ്ങളെ മാത്രമാണ്. അവരെവിടെ നിന്നാണോ പ്രതിനിധീകരിക്കപ്പെട്ടത് അവിടുത്തെ ജനങ്ങൾ മാത്രമാണ്, പാർട്ടിയല്ല. അതുകൊണ്ട് അവർക്ക് ഇൻഡിവിജ്വലായി തീരുമാനം എടുക്കാം. അതുകൊണ്ട് ഈ ഇത്രയും തിൻ മെജോറിറ്റിയിൽ നിൽക്കുന്ന 2 ഹൗസിലും മറികടക്കാൻ പറ്റില്ല എന്നുള്ള ധാരണയിലാണല്ലോ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ നിരന്തരം ട്രംപ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അമേരിക്കൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയ ആളെന്നുള്ളതാണ് ഈ മനുഷ്യൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് 150 ദിവസം കഴിഞ്ഞാൽ ഈ 10% ടാരിഫ് എന്ത് ചെയ്യുമെന്നൊരു വിഷയമുണ്ട്. കോൺഗ്രസ്സിലേക്ക് പോകുക എന്നുള്ളൊരു വിഷയമുണ്ട്. ഇനി അതും പൂർണ്ണമായി എടുത്തു കളയുമോ അത് കാത്തിരുന്ന് കാണാനാണ്. പക്ഷേ നവംബറിൽ മിഡ് ടേം ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. കോൺഗ്രസിൻ്റെ പാറ്റേണിൽ, അമേരിക്കൻ കോൺഗ്രസിൻ്റെ പവർ ബാലൻസിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നറിയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല പൊതുവേ വരുന്ന പ്രൊഡിക്ഷൻസ് അമേരിക്കൻ മാധ്യമങ്ങളിൽ വരുന്ന വിഷയങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മിഡ് ടേം ഇലക്ഷനിൽ വലിയ തിരിച്ചടി ട്രംപിന് ഉണ്ടാകാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അമേരിക്കൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ തോതിലുള്ള ചെക്ക് ആൻഡ് ബാലൻസ് നിലനിൽക്കുന്ന ഒരു ഭരണഘടനയാണ് അവിടുത്തേത്. പക്ഷേ ആ ചെക്ക് ആൻഡ് ബാലൻസ് മറികടക്കാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിനെ വലിയ തോതിൽ ആശ്രയിക്കുന്നത്. പക്ഷെ മൊത്തത്തിൽ എന്താ കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ അമേരിക്ക ആണെങ്കിലും അമേരിക്ക നിയന്ത്രിക്കുന്ന ലോകമാണെങ്കിലും എന്താണ് ഒരു വേൾഡ് ഓർഡർ ഓൺ നോംസ്, ഒരു നോം വെച്ചിട്ട് പോകുന്ന ഒരു ഇതായിരുന്നു. അതിനൊരു ഡിസിപ്ലിൻ ഉണ്ടാവും, ഒരു നോം ഉണ്ടാവും. ഈ മനുഷ്യൻ വരുന്നതോടുകൂടി സംഭവിക്കുക എന്താണ്, ഈ കുഴമറച്ചിലാണ്, വലിയ തോതിലുള്ള കയോസ് സംഭവിക്കുകയാണ്. അത് അന്താരാഷ്ട്ര രംഗത്ത് മാത്രമല്ല, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ മാത്രമല്ല സംഭവിക്കുന്നു, ഇൻ്റർനാഷണൽ ട്രേഡിൽ സംഭവിക്കുന്നു. നോക്കൂ, ഇങ്ങേര് ലളിതമായൊരു കാര്യം പറയാം. ഇങ്ങേരുടെ എക്സിക്യൂട്ടീവ് ഓർഡറിനനുസരിച്ച് ഈ കണ്ടെയ്ൻമെൻറ്റ് ഷിപ്പുകൾ അവരുടെ റൂട്ടുകൾ മാറ്റേണ്ടി വരുന്നുണ്ട്. മനസ്സിലായോ? നടുക്കടലിൽ വെച്ച് ഈ കണ്ടെയ്നർ ഷിപ്പുകൾ റൂട്ടുകൾ മാറ്റേണ്ടി വരികയോ വന്നോടത്തേക്ക് തിരിച്ചു പോകേണ്ടി വരികയൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ നിലക്കുള്ള കയോസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ട്രേഡിൽ ഉണ്ടാക്കുന്നു, ഇൻ്റർനാഷണൽ എക്കണോമിക്സിൽ ഉണ്ടാക്കുന്നു, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഉണ്ടാക്കുന്നു. അതുമാത്രമല്ല അമേരിക്കൻ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനകത്തും വലിയ കയോസ് ഉണ്ടാക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഇതിങ്ങനെ ഈ കുഴമറച്ചിലിൻ്റെ ഒരു വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് ഒരു വേൾഡ് കയോസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ
അതിൻ്റെ ഒരു രൂപീകരണ ഘട്ടത്തിലാണ് ലോകം ഇപ്പോൾ ഉള്ളത്. ഈ നിലക്കുള്ള കുഴമറിച്ചിലുകൾ ഇനിയും നമ്മൾ ധാരാളം കാണേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്. അജിംസ്, ഇതിൽ ഇപ്പോൾ ട്രംപ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ തീരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എപ്പോഴും ഇന്ത്യ കൂടിയിട്ട് ചർച്ചയിൽ വരുന്നതാണല്ലോ. അപ്പോൾ ട്രംപ് മോദീനെ മാനിയൻ മഹാൻ എന്നൊക്കെ ഒപ്പം പറയുന്നതിനോടൊപ്പം തന്നെ മുമ്പ് 18% ആയിരുന്നെങ്കിൽ ഈ വ്യാപാര കരാർ ധാരണയിൽ എത്തുന്നതോടെ ഇന്ത്യ 10% ഇത് മാറും എന്നുകൂടി പറയുന്നുണ്ട്. ബാക്കിയുള്ള ലോകരാജ്യങ്ങൾക്ക് കൂടിയിട്ട് അല്ലെ ഇതുമായിട്ട് ഇടഞ്ഞിരിക്കുന്നവർക്ക് കൂടിയിട്ട് ഒരു പക്ഷേ ഇത് ആശ്വാസകരമായ വിധിയാകില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ ഒരു വിധി വരാൻ പോകുകയാണെന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നു. കാരണം അതുകൊണ്ട് ഇന്ത്യ കഴിഞ്ഞ 2025 തുടങ്ങിയിട്ടുള്ള ഈ ട്രേഡ് ടോക്സ് അത് പരമാവധി ഇങ്ങനെ നീട്ടി കൊണ്ടുപോകണം ചെയ്തത്. നീട്ടിക്കൊണ്ടാൽ മറ്റു ചില കാരണങ്ങൾ കൂടി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇന്ത്യൻ കാർഷിക മേഖലയെ സംരക്ഷിക്കുക എന്നുള്ള ഇന്ത്യയുടെ താല്പര്യം തന്നെയാണ്. അത് ഇവിടെ വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനൊരു കേസുണ്ടെന്നും ഇത് ഭരണഘടനാപരമായി നിലനിൽക്കില്ല എന്നും ഉള്ളൊരു തോന്നൽ, ഒരു അപ്രഹെൻഷൻ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നു, പരമാവധി നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇന്ത്യയുടെ തന്ത്രം. അപ്പോൾ എന്നിട്ടും ഇത് ഒരു ധാരണയിലെത്തി, ആ ടോക്കിൽ ഒരു ധാരണയിലെത്തിയിട്ട് ഇന്ത്യ അത് പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നില്ല. പ്രഖ്യാപിച്ച ട്രംപാണ്. ഇന്ത്യ അതേക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ അത്രയും ബഹളമുണ്ടായിട്ട് ഇന്ത്യ മിണ്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്തോ ഒരു US കോടതി ഇടപെട്ടാണെങ്കിലും ഇന്ത്യയുടെ തീരുവ കുറച്ചല്ലോ, 10% ആക്കിയല്ലോ, അങ്ങനെയുള്ള ക്യാപ്സ്യൂൾ ഇനി വരും. ഇനി ഉടനെ ആ ക്യാപ്സ്യൂൾ വരും. യഥാർത്ഥത്തിൽ 10%, 2-3% ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്ഷൻ്റെ താരിഫ്. ദ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്നൊരു MFN സ്റ്റാറ്റസിലാണ് ഇന്ത്യ അമേരിക്ക ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയധികം ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്. തീരുവ വളരെ കുറവാകുകയും ഈ MFN സ്റ്റാറ്റസിലുള്ളതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം വസ്തുക്കൾ അവിടെ വിറ്റഴിച്ചാണ് നമ്മുടെ വിദേശ നാണ്യം നേടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ട്രംപ് വന്നിട്ട് ആകെ ഹൽക്കുൽത്താക്കി എന്ന് പറഞ്ഞാൽ ഈ ആദ്യം റെസിപ്രോക്കേറ്റ് താരിഫ് അടിക്കുന്നു, പിന്നെ റഷ്യൻ എണ്ണയ്ക്ക് മേൽ താരിഫ് ചുമത്തുന്നു, പിന്നീട് ഒരു ട്രേഡ് ഡീൽ എന്ന് പറയുന്നത് 18% ആക്കുന്നു. 18% ആക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു വലിയ ശിക്ഷയാണത്. 18% എന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷയാണ്. കാരണം ഇന്ത്യയിൽ നിന്നുള്ള പല സാധനങ്ങളും അവിടെ ആവശ്യക്കാരില്ലാതായി മാറും അത്രയും വിലയ്ക്ക്. അപ്പോൾ ആ ശിക്ഷ അനുഭവിച്ചിട്ടും ട്രംപിനെതിരെ ഒരു അക്ഷരം മിണ്ടാതെ മോദി ഭരണം അവിടെ നിൽക്കുമ്പോഴാണ് ഒരാശ്വാസം പോലെ ഈ വിധി വരുന്നത്. ഇപ്പോൾ ഈ വിധി പോലും നമുക്ക് നമ്മുടെ മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും ഗുണകരമല്ല. ഏതാണ്ട് ഒരു 44%, ഇതുവരെ കയറ്റുമതി ചെയ്തുകൊണ്ട് 44% ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ 10% താരിഫുള്ളൂ. ബാക്കി ഇപ്പം ഓയിൽ പ്രൊഡക്ട്സ് അതുപോലെ ഓയിൽ പ്രൊഡക്ട്സ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല, ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരാനുള്ളത് പുതിയ ഡീൽ പ്രകാരം. അതുപോലെ മെറ്റൽസ്, അലൂമിനിയം, അങ്ങനെയുള്ള മെറ്റൽ, അയൺ, സ്റ്റീൽ, ഇതൊക്കെ നേരത്തെ തന്നെ വേറൊരു നിയമപ്രകാരം തന്നെ താരിഫ് ഉയർത്തി വെച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ്. ഇപ്പോൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഈ പറയുന്ന അലൂമിനിയം, സ്റ്റീൽ ഇവയുടെ ഇറക്കുമതി ശുങ്കം വർദ്ധിക്കുന്നതോടുകൂടി അവിടെയുള്ള ഇൻഡസ്ട്രി ഭയങ്കര പ്രശ്നമാകും. അതും അവിടെ ഒരു കുഴപ്പമാണ്. അപ്പോൾ ഈ ട്രംപ് ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യ ഇപ്പോൾ തന്ത്രപരമായി നിൽക്കുന്നു, കോടതി വിധി പ്രതീക്ഷിച്ച് നിൽക്കുന്നു, അങ്ങനെ പറയുന്നതിലും പ്രശ്നമുണ്ട്. കാരണം ട്രംപുമായി ഒരു തരം ഡീലിലും ഏർപ്പെടാത്ത, ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത ചില രാജ്യങ്ങളുണ്ട്. അത് ചൈന, റഷ്യ, അതുപോലെ ഇറാൻ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളാണ്. അവർ പിന്നെ ചൈന, US എന്ന് പറഞ്ഞൊരു ശത്രുതയിൽ നിൽക്കുന്ന എന്ത് ശത്രുതയാണ്, സാമ്പത്തിക ശത്രുതയിൽ നിൽക്കുന്ന രാജ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇന്ത്യ അമേരിക്കയുമായി സൗഹൃദ രാജ്യമാണ്. പക്ഷേ അപ്പോഴും ഈ ട്രംപ് എന്ന ഭരണാധികാരിയെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം തന്നെ മോദിക്ക് ഞാൻ ഒരു രാഷ്ട്രീയ പണി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു, മിണ്ടാതിരിക്കുന്നു. ഈ പറയുന്ന ട്രേഡ് ടോക്ക് ട്രംപ് തന്നെ പ്രഖ്യാപിക്കുന്നു. അപ്പോഴൊക്കെ ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ റോൾ എന്താണ്, ഇന്ത്യയുടെ വില എന്താണ്, അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ. ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ വാല്യൂ എന്താണ്, ഒരു ഗ്ലോബൽ സ്പേസിൽ നമ്മുടെ വാല്യൂ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് പറ്റുന്നില്ല, അത് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ പോലും ഈ 10% അതും ശരി എന്ന് പറയും, 18% ഓക്കെ അതും ശരി എന്ന് പറയും. അതായത് ട്രംപിനെ ഏതോ അർത്ഥത്തിൽ പ്രീണിപ്പിച്ച് നിർത്തുന്ന ഒരു വിദേശമാണ് നമുക്കുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്. മോദിയെപ്പറ്റി കുറേ മോശം പറയും, പിന്നെ മോദിയെ പുകഴ്ത്തി പറയും. ട്രംപ് എന്ത് പറഞ്ഞാൽ അത് കേട്ട് വിനീത വിധേയരായി നിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, നേരത്തെ ദൗസായി പറഞ്ഞ പോലെ ഈ കയോസ് ഉണ്ടല്ലോ, ഈ കയോസിന് വേറൊരു കുഴപ്പം കൂടിയുണ്ട്. ഇതിപ്പോൾ കപ്പൽ തിരിച്ചു പോകുന്നു, അത് മാത്രമൊന്നുമല്ല പ്രശ്നം. ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഇല്ലാതാവുന്നതാണ്. ഗ്ലോബലി അതില്ലാതാവുന്നു. ഇപ്പോൾ വലിയ കോർപ്പറേറ്റുകൾ, വലിയ ടെക് കമ്പനികൾ, അവർക്കൊരു 10 വർഷത്തേക്ക് പ്ലാൻ ഉണ്ടാവും. ഈ ട്രംപിൻ്റെ ഈ പറയുന്ന ഒരു വർഷത്തെ പ്ലാൻ പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഒരു വർഷത്തിൽ, ഒരു മാസത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് സൃഷ്ടിക്കുന്ന ഈ അരക്ഷിതാവസ്ഥ, ഈ അസന്നിഗ്ധാവസ്ഥ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതൊരു വലിയ റിസഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, സാമ്പത്തിക മാന്ദ്യത്തിലേക്ക്. അത് ട്രംപ് ചിലപ്പോൾ നാളെ ഇറങ്ങിപ്പോവും, ട്രംപ് ചിലപ്പോൾ നാളെ മരിച്ചു പോകും. പക്ഷേ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ആഘാതം ഏൽപ്പിക്കാൻ ഈ സ്വഭാവം കാരണമാകും. നമ്മളിപ്പോൾ അത് അനുഭവിക്കുന്നില്ല എന്നേ ഉള്ളൂ, അതിനി വരാൻ പോവുകയാണ്. അതെ, തീരുവയിൽ തിരിച്ചടി നേരിട്ടതോടെ ട്രംപ് സുപ്രീം കോടതിക്കെതിരെ ഇനി ഏതറ്റം വരെ പോകും എന്നാണ് അറിയേണ്ടത്.